നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനംവകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കുടുംബാംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും ആവശ്യം. അടുത്ത സംസ്ഥാന സർക്കാർ BJPയുടേതാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂർ പടിഞ്ഞാറനടയിൽ നടന്ന കലുങ്ക് ചർച്ചയിലാണ് പരാമർശം. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയ തീരദേശ റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും സുരേഷ് ഗോപി. തൃശൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ TK ശിവശങ്കരൻ അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയോടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വ്യവസ്ഥാപിത നാടകരൂപങ്ങളോട് കലഹിച്ച് പുതുമയും പരീക്ഷണാത്മകവുമായി നിരവധി നാടകങ്ങൾ ചെയ്ത കലാകാരൻ സോബി സൂര്യഗ്രാമം അരങ്ങൊഴിഞ്ഞിട്ട് ഒരു വർഷം. അപ്രതീക്ഷിതമായ വേർപാട് കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവന്റെ ഓർമ്മകളുമായി സോബിയുടെ പ്രിയപ്പെട്ടവർ ഒത്തുചേർന്ന അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനംവകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മിഥുന്റെ വീടിനടുത്താണ് ഉപരോധം നടത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാനസിക ശാരീരിക പീഡനമാണ് മിഥുന്റെ മരണത്തിന് കാരണമെന്നാരോപിച്ചും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും മിഥുന്റെ കുടുംബാംഗത്തിന് സർക്കാർ ജോലി നൽകി സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ഏകദേശം 15 മിനിറ്റോളം നീണ്ടുനിന്ന ഉപരോധത്തെ തുടർന്ന് ഈ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കാരം നടത്തി. വേണ്ട പോലീസ് കൊടുത്ത റിപ്പോർട്ട് പറയണ്ട. കലക്ടർ ഞങ്ങളോട് പറയാലോ. ഇന്ന കാര്യം ഞങ്ങൾക്ക് രീതി കലക്ടർ ഞങ്ങളോട് പറഞ്ഞു ഗവൺമെന്റിന് മുന്നോട്ട് പോയതാ. പിന്നെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് രാത്രിയാണ് അവർ ഇരിക്കാനൊന്നുമല്ല. ഇത് ഇവിടുത്തെ ചാനൽ പറയാം, നിങ്ങൾ പറയണം. ഇത് ഞങ്ങൾ ഇതും അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങൾ വീട്ടുകാരുടെ അടുത്ത് 15 മിനിറ്റ് ആവശ്യപ്പെട്ടേക്കുന്നത് ഈ റോഡിൽ ഞങ്ങൾ വെക്കുന്നത്. ആ 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് 15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളിത് പ്രതിഷേധമാണ്. 24 മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അതിന്റെ സമയം എടുക്കും. നിങ്ങൾ നാട്ടുകാരിപ്പം അടുത്ത സംസ്ഥാന സർക്കാർ BJPയുടേതാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂർ പടിഞ്ഞാറനടയിൽ നടന്ന കലുങ്ക് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിൽ നിന്നുള്ള തൃശൂർ പാസഞ്ചർ പുനരാരംഭിക്കാനും മറ്റൊരു ട്രെയിൻ കൂടി ആരംഭിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ചർച്ചയിലെ ചോദ്യത്തിനുത്തരമായി സുരേഷ് ഗോപി പറഞ്ഞു. എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വഴി പൊന്നാനിയിലൂടെ തീരദേശ റെയിൽവേക്ക് പദ്ധതിയുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകിയാൽ പദ്ധതി നടപ്പിലാക്കും. ITDC ഹോട്ടൽ ഗുരുവായൂരിൽ ആരംഭിക്കില്ലെന്നും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം നല്ല രീതിയിലാണെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നഗരസഭ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പരാതിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് അതിന് പകരം ഒരു ഫെസിലിറ്റേഷൻ സെന്ററാണ് വേണ്ടത്. അത് ഇവിടെ തുടങ്ങി, അത് ഉപയോഗയോഗ്യമാണ്. കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും എത്ര കൂടി ചെലവാക്കിയതാണെന്ന് കൃത്യം എനിക്കറിയത്തില്ല. ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങി വെച്ചെങ്കിൽ അത് ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ വോട്ട് നൽകിയവരുടെ ചുമതല കൂടിയാണ്. മുനിസിപ്പാലിറ്റി അത് ചെയ്യുന്നില്ലെങ്കിൽ അവരെ തക്കതായ പാഠം പഠിപ്പിക്കണം, ശിക്ഷയും കൊടുക്കണം. അത് നിങ്ങളുടെ തന്നെ ചുമതലയാണ്. അല്ലാതെ ഇവിടെ ഒരു ROB വന്ന സമയത്ത് എന്നെ എന്തൊക്കെ പുലഭ്യമാണ് പറഞ്ഞത് നിങ്ങളുടെ MLAയും ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും. എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നോ? ഒരു DRM ഒന്ന് ഓപ്പണായിട്ട് ആരാ ഇത് ചെയ്യിച്ചെടുത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് പറഞ്ഞെങ്കിൽ അവിടെ പിന്നെ എവർക്ക് പിന്നെ നാവ് കുന്തിയ. അപ്പോൾ അങ്ങനെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയം ഒന്നും കളിക്കരുത്. കാര്യം പറയാം, സത്യം പറയാം.
ഫെസിലിറ്റേഷൻ സെന്റർ പൂർണ്ണമായിട്ടും ഉപയോഗയോഗ്യമാക്കുന്നത് ഉറപ്പുവരുത്തുന്നു. ഗുരുവായൂരിലെ വ്യാപാരികളുടെ പുനരധിവാസ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന് മന്ത്രി അറിയിച്ചു. മാലിന്യ പ്രശ്നം, ESI ആശുപത്രികളുടെ വികസനം, യാത്രാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടു. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. വാക്കാൽ പരാതി പറഞ്ഞവരോട് വിശദമായി എഴുതി നൽകാനും നിർദ്ദേശിച്ചു. വീടില്ലെന്ന് പരാതിപ്പെട്ട ഇരിങ്ങപ്പുറം സ്വദേശി സത്യഭാമയ്ക്ക് 4 ലക്ഷം രൂപയുടെ സഹായം തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് തിങ്കളാഴ്ച തന്നെ അക്കൗണ്ടിലെത്തുമെന്ന് അറിയിച്ചു. സത്യഭാമയുടെ അയൽവാസി രാധാകൃഷ്ണൻ 1 ലക്ഷം രൂപ താൻ നൽകുമെന്ന് അറിയിച്ചു. വീടിന് സഹായം ചോദിച്ച് കൂടുതൽ ആവശ്യക്കാരുണ്ടായതോടെ താൻ 1 മാസത്തെ വാടക നൽകാമെന്നും ബാക്കി കാര്യങ്ങൾ അബ്ദുൽ ഖാദറിനോടും മുഖ്യമന്ത്രിയോടും പറയാനും സുരേഷ് ഗോപി പറഞ്ഞു. പടിഞ്ഞാറേനട മെൽമാബൂത്ത് പരിസരത്തായിരുന്നു കലുങ്ക് ചർച്ച. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിതയും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായി. ചാവക്കാട് വീടിനുള്ളിലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇരട്ടപ്പുഴ കല്ലിപ്പറമ്പിൽ ഷഹർബാനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജാണ് ഞായറാഴ്ച പുലർച്ചെ പൊട്ടിത്തെറിച്ചത്. വീട്ടിലുറങ്ങുകയായിരുന്ന കിടപ്പ് രോഗിയായ ഷഹർബാന്റെ മാതാവ് നഫീസയും കുട്ടികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ വൈദ്യുതി നിലച്ചതിനാൽ ഷഹർബാന്റെ മകൾ ഉണരുകയും ഈ സമയം ഫ്രിഡ്ജിൽ നിന്ന് തീ ഉയർന്നത് കാണുകയുമായിരുന്നു. ഉടനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയും വലിയ ശബ്ദത്തോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. വീടിനകത്തെ മറ്റ് സാമഗ്രികളും സ്ഫോടനത്തിൽ കത്തിനശിച്ചു. TV, സ്വിച്ചുകൾ, നിലത്തെ ടൈലുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയ്ക്കുൾപ്പെടെയാണ് നാശനഷ്ടമുണ്ടായത്. 2 വർഷം മുൻപ് 14,000 രൂപ മുടക്കി വാങ്ങിയ ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത്. ചിറ്റണ്ട തൃക്കണാപതിയാരം സെന്ററിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച അപകടം. യുവാവിന് പരിക്കേറ്റു. മലപ്പുറം സ്വദേശി പുത്തൻതൊടി വീട്ടിൽ 31-കാരൻ വിഷ്ണു വിവേകനാണ് പരിക്ക്. കുണ്ടന്നൂർ വരവൂർ പാതയിൽ ഞായറാഴ്ച രാവിലെ 10:30-ഓടെയാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ പാതയോരത്തെ കാനയിലേക്ക് മറഞ്ഞു. പരിക്കേറ്റ യുവാവിനെ സംഭവസ്ഥലത്ത് നിന്ന് വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 കാറുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. തൃശൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ TK ശിവശങ്കരൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെ 1:30-ക്കായിരുന്നു അന്ത്യം. കടങ്ങോട് പഞ്ചായത്ത് നീണ്ടൂർ തെക്കൂട്ടുപറമ്പിൽ കുഞ്ഞുണ്ണി എഴുത്തച്ഛൻ്റെയും കാളിയമ്മയുടെയും മകനാണ്. 2 തവണ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ്, 25 വർഷം തുടർച്ചയായി പഞ്ചായത്ത് അംഗം, തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. മികച്ച സഹകാരി കൂടിയായ അദ്ദേഹം കടങ്ങോട് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിൻ്റെ സ്ഥാപകനും പ്രസിഡന്റുമായിരുന്നു. വടക്കാഞ്ചേരി കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ, തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ്, അത്താണി കാർഷിക സഹകരണ മില്ല് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പതാക പുതപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC അംഗങ്ങളായ ജോസഫ് ചാലിശ്ശേരി, രാജേന്ദ്രൻ അരങ്ങത്ത്, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പ്രമ്പിൽ എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിനു വേണ്ടി പ്രസിഡന്റ് AM റഷീദ് റീത്ത് സമർപ്പിച്ചു. ഭാരവാഹികളായ വേണുഗോപാൽ അമ്പലപ്പാട്ട്, KR രാധിക, റഫീഖ് ഐനിക്കുന്നത്ത്, PN അനിൽ മാസ്റ്റർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, DCC നിർവാഹക സമിതി അംഗം വർഗീസ് ചൊവ്വനൂർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട്, കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, ബ്ലോക്ക് സെക്രട്ടറി സജീവ് ചാത്തനാത്ത്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാരൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാനെത്തിയിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വിജയകുമാരി ഭാര്യയും ശ്രീജിത്ത്, ശ്രീരാജ് എന്നിവർ മക്കളുമാണ്. കടങ്ങോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കടങ്ങോട് മൾട്ടിപർപ്പസ് സഹകരണ സംഘം സ്ഥാപക നേതാവും DCC സെക്രട്ടറിയുമായിരുന്ന TK ശിവശങ്കരന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. വൈകിട്ട് പന്നിത്തടം സെന്ററിൽ നടന്ന യോഗത്തിന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLAയും KPCC വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ VT ബൽറാം അനുസ്മരണ പ്രസംഗം നടത്തി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, CPM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, MS ബഷീർ, KC ഹംസ, റഫീഖ് തങ്ങൾ, PS പ്രസാദ്, VK രഘുസ്വാമി, T അരവിന്ദാക്ഷൻ, സുരേഷ് മമ്പറമ്പിൽ, PV കൃഷ്ണൻ, കല്യാണി S നായർ, ഫ്രാൻസിസ് കൊള്ളനൂർ, ഷറഫു പന്നിതടം, PK രാമകൃഷ്ണൻ, PK വിനയകുമാർ, അക്ഷയ്, ബിജോയ് ബാബു, സത്താർ നീണ്ടൂർ, സജീവ് ചാത്തനാത്ത് തുടങ്ങി വിവിധ
രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും അനുശോചനം അറിയിച്ചു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം എത്രത്തോളം ഈ നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ഈ മണിക്കൂറുകളും ദിവസങ്ങളും തെളിയിക്കുന്നുണ്ട്, അടിവരയിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ അര നൂറ്റാണ്ടോളം നീണ്ട ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു ലോകത്തേക്ക് കടന്നുപോയിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ ഈ നാട്ടിൽ ആ സ്മരണകൾ എന്നും നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. പോർക്കുളം തിരുത്തിക്കാട് സംഘടിച്ചെത്തി ആക്രമണം നടത്തിയവരെ പോലീസ് പിടികൂടി. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. നടന്നു പോവുകയായിരുന്ന തിരുത്തിക്കാട് കൂട്ടായ്മ ക്ലബ്ബ് ഭാരവാഹികളെ യാതൊരു പ്രകോപനവുമില്ലാതെ ബൈക്കിലെത്തിയ സംഘം മർദ്ദിക്കുകയും തെറി വിളിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. വിവരമറിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അക്രമകാരികളായ യുവാക്കളെ സംഭവസ്ഥലത്ത് നിന്ന് പിടികൂടി. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഇരുവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വ്യവസ്ഥാപിത നാടക രൂപങ്ങളുടെ കലഹിച്ച് പുതുമയും പരീക്ഷണാത്മകവുമായി നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്ത കലാകാരൻ സോബി സൂര്യഗ്രാമം അരങ്ങൊഴിഞ്ഞിട്ട് 1 വർഷം. അപ്രതീക്ഷിതമായ വേർപാട് കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോൾ മരിക്കാത്ത ഓർമ്മകളുമായി സോബിയുടെ പ്രിയപ്പെട്ടവർ ഒത്തുചേർന്നു. ഫ്രണ്ട്സ് ഓഫ് സോബിയും നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാട്ടകം ചേർന്നാണ് അനുസ്മരണമൊരുക്കിയത്. സോബി സീൻ 1 എന്ന പേരിൽ നഗരസഭാ ടൗൺ ഹാളിലായിരുന്നു അനുസ്മരണം. ഫ്രണ്ട്സ് ഓഫ് സോബി ചെയർമാൻ PA അശോകൻ ആമുഖ പ്രഭാഷണം നടത്തി. നടൻ ജോയ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ ഞാൻ സോബിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സോബിക്ക് അക്കാദമിക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല, പ്രത്യേക ഗുരുക്കന്മാരോ ഒന്നുമില്ല. പക്ഷേ സോബിക്ക് നാടകത്തിനോടുള്ള കഠിനമായ പ്രണയം അത് എന്നെ അത്ഭുതപ്പെടുത്തി. അത്ര തീവ്രമായി നാടകത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്കൊക്കെ നാടകങ്ങളോട് സ്നേഹമാണ്, ആദരവാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവസന്ധാരണത്തിന് നാടകം മതിയാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ഞാനൊക്കെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പല മേഖലകളിലേക്കും മാറിപ്പോയത്. കാരണം നാടകം കളിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുവേണ്ടി വരുന്ന സമയം, അതിനുവേണ്ടി ഒരു അധ്വാനം, അതിൽ ചിലവാക്കേണ്ട ധനം, ഇതൊന്നും നമുക്ക് നാടകത്തിൽ നിന്നൂടെ തിരിച്ച് കിട്ടാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സോബി അവിടെ തന്നെ ഉറച്ചു നിന്നു. പ്രിയനന്ദനൻ സോബി ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിച്ചു. ജോയിട്ടൻ പറഞ്ഞ പോലെ അവൻ്റെ സ്മരണ എന്ന് പറയുന്നത് നാടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാടകങ്ങൾ ഉണ്ട് എല്ലാ കാലത്തും. ഈ വരുന്ന അവൻ കണ്ടെത്തുന്ന പോലെ ഇപ്പോൾ കാണ്ടാമൃഗം എന്ന് പറയുന്നൊരു നാടകമൊക്കെ ഇപ്പോഴാണ് നമ്മളതിൻ്റെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, ഇത്രയും മനോഹരമായിട്ട് എൻ്റെ സംഗീതം എന്ന് പറയുന്നത് വെറും വിസിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ്. ആ വിസിൽ ഉപയോഗിച്ചുകൊണ്ട് അത്രയേറെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തിയേറ്ററിനെ കണ്ടെടുത്ത ഒരാളാണ്. എല്ലാവരും ഇപ്പോൾ അങ്ങനെ ഒരു വേറെ തരത്തിലേക്ക് മാളത്തിലേക്ക് മാറുന്നൊരു കാലത്ത് ആ ആർജവത്തെ തിരിച്ചു പിടിക്കാനുള്ളൊരു സ്മരണ കൂടിയാണ് സോബി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നടൻ ഇർഷാദ് അലി സോബിയുടെ നാടകവും ജീവിതവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഞാൻ കഴിഞ്ഞ കൊല്ലം കൂടി ഷാർജയിൽ പോയപ്പോൾ സോബി നടത്തിയിരുന്ന കട എന്ന് പറഞ്ഞിട്ട് ആ റൂം എനിക്ക് കാണിച്ചിരുന്നു. അവിടെ ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു സോബിയെ അന്വേഷിച്ചിട്ട്. സ്ക്രീൻ പ്രിന്റിങ്ങിൻ്റെ സാധ്യതകളും മറ്റൊക്കെ അതിൻ്റെ വിപുലമായ രീതിയിലുള്ള എന്തെല്ലാം സാധ്യതകൾ അവൻ കണ്ടെത്തുന്നു. ആ പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കാരണം ഇത്തരം സാങ്കേതിക വിദ്യ അത്രയൊന്നും വളർന്നിട്ടില്ലാത്തൊരു കാലത്ത് അവനതിൻ്റെ മാക്സിമത്തിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ജോളി ചിറയത്ത്, നാട്ടക് തൃശൂർ ജില്ലാ സെക്രട്ടറി സജ്ജു മാധവ്, കൺവീനർ KG ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് സോബിയുടെ വെള്ളരിക്കാപട്ടണം, അപ്പുണ്ണി ശശിയുടെ ഏകാംഗ നാടകം ചക്കരപ്പന്തൽ, സ്കൂൾ ഓഫ് തിയേറ്ററിൻ്റെ കൂഹു എന്ന നാടകങ്ങളുടെ അവതരണവും നടന്നു.
ആമ്പൽക്കുളം, അമ്മണിക്കുട്ടി, ആ വെട്ടോഴി, മുക്കുത്തിപ്പൂക്കൾ, അതാണ് പരിപാടി. അവതരണങ്ങളിലെയും വിഷയത്തിലെയും പുതുമകൾക്ക് പുറമെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവയായിരുന്നു സോബിയുടെ നാടകങ്ങളെല്ലാമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. നിലപാടുകളുടെ കൃത്യത കൊണ്ട് എല്ലാവരുമായും കലഹത്തിലേർപ്പെട്ടു. ഈ കാരണം കൊണ്ടുതന്നെ അംഗീകാരങ്ങളിൽ നിന്ന് അകലെയായിരുന്നു സോബി എന്ന കലാകാരൻ. ദുബായ്, ഷാർജ, മസ്കറ്റ് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലും നിരവധി നാടകങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. സൈലൻസ് എന്ന നാടകത്തിൻ്റെ പണിപ്പുരയിലായിരിക്കെ 2024 സെപ്റ്റംബർ 5 സോബിയുടെ അന്ത്യം. ഫ്രണ്ട്സ് ഓഫ് സോബിയും നാട്ടകം ചേർന്ന് ഇനിയും സോബിയുടെ ഓർമ്മയ്ക്കായി വൈവിധ്യമേറിയ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. പഴഞ്ഞി കോട്ടൂൽ യെൽദോ മാർ ബസേലിയോസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് മുഖ്യ കാർമ്മികനായി സന്ധ്യാനമസ്കാരം നടന്നു. പ്രദക്ഷിണം, രാത്രി ആനയും വാദ്യമേളങ്ങളുമായി എഴുന്നള്ളിപ്പുകൾ എന്നിവയുണ്ടായി. ഞായറാഴ്ച രാവിലെ ജോൺ ഉറുമ്പിൽ കോറെപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായി കുർബാന അർപ്പിച്ചു. ഉച്ചയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിച്ചു. പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവയും ഉണ്ടായി. പെരുന്നാൾ CCTV പ്രാദേശിക ചാനലിലൂടെ യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. കോട്ടോൾ സെൻട്രൽ ജുമാ മസ്ജിദ് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ 8 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടന്ന കോട്ടോൾ ഷൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൽ വീരാവുണ്ണി മുസ്ലിയാരുടെ ആണ്ടുനേർച്ചയ്ക്ക് ഞായറാഴ്ച ഭക്ഷണ വിതരണത്തോടെ സമാപനമായി. രാവിലെ 9:30 ആരംഭിച്ച ഭക്ഷണ വിതരണം വൈകിട്ട് 3 മണിയോടെയാണ് സമാപിച്ചത്. 6000 കിലോ അരിയുടെ ചോറും 2000 കിലോ ഇറച്ചിക്കറിയുമാണ് ജാതി മതഭേദമെന്ന് എത്തിയ ആളുകൾക്ക് നൽകിയത്. മഹല്ല സെക്രട്ടറി MM ഇബ്രാഹിം മുസ്ലിയാർ, പ്രസിഡന്റ് VA ഉമ്മർ മൗലവി, ട്രഷറർ KA ഷാഹു, ഖത്തീബ് മുജീബ് റഹ്മാൻ യമാനി, വൈസ് പ്രസിഡന്റുമാരായ MK അബ്ദുൽ ഗനി, ഷമീർ, ജോയിന്റ് സെക്രട്ടറിമാരായ ആഷിഖ്, അസീസ് എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ എന്നിവയുണ്ടായി. ഞായറാഴ്ച രാവിലെ കുർബാനയെ തുടർന്ന് ഉച്ചയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിച്ചു. കൊടിയും കുരിശുമായി കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവയും നടന്നു. KSKTU വേലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്, ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തി ആത്മാഭിമാന സംഗമം നടത്തി. സംഘടന വടക്കാഞ്ചേരി ഏരിയ ട്രഷറർ PN അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗവും മേഖലാ പ്രസിഡന്റുമായ KN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗവും വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അബിൽ K ബേബി, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, KSKTU ഏരിയ ജോയിന്റ് സെക്രട്ടറി ആരിഫ സാബിർ, മേഖലാ സെക്രട്ടറി KK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി AK ശശി സ്വാഗതവും കമ്മിറ്റി അംഗം VV വേണുഗോപാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മലമ്പാമ്പ് ചത്തു. കണ്ടാണശ്ശേരിയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. വഴിയാത്രക്കാരാണ് പാമ്പിനെ ഇലക്ട്രിക് കമ്പിയുടെ മുകളിൽ കണ്ടെത്തിയത്. ഉടനെ ഗുരുവായൂർ പോലീസിൽ വിവരം അറിയിച്ചു. ജീവനുണ്ടായിരുന്ന മലമ്പാമ്പിനെ പുറത്തെടുത്ത് ചികിത്സയ്ക്കായി കുന്നംകുളത്ത് എത്തിച്ചെങ്കിലും അല്പസമയത്തിനകം ചത്തു. മരത്തങ്കോട് കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിനും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിനും സെപ്റ്റംബർ 22 തിങ്കളാഴ്ച തുടക്കമാകും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. ക്ഷേത്രം മേൽശാന്തി പെരുമ്പുള്ളി നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം ഊരാളൻ സജീവ് ചാത്തനാത്ത് എന്നിവരുടെയും നേതൃത്വത്തിൽ യജ്ഞാചാര്യൻ പ്രസാദ് പുളിക്കൽ, യജ്ഞ പൗരാണിക സുമംഗല പട്ടാമ്പി എന്നിവരെ യജ്ഞവേദിയിലേക്ക് ആനയിക്കും. തുടർന്ന് ആചാര്യവരണം, കലവറ ഇറക്കിയാൽ ദേവി ഭാഗവത മഹാത്മ്യം പാരായണം, പ്രഭാഷണം എന്നിവ ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗായത്രി സഹസ്രനാമം, ലളിത സഹസ്രനാമം, വിദ്യാരാജഗോപാല മന്ത്രാർച്ചന, കുമാരി പൂജ, മഹാ ആരതി, നാമപ്രദക്ഷിണം എന്നിവയും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും. വിജയദശമി ദിവസത്തിൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് ഉണ്ടാകും. കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ നവാഹയജ്ഞവും നവരാത്രി മഹോത്സവം വർഷം തോറും നടത്തി വരാറുള്ളത് ഈ 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 കൂടി അതിവിപുലമായി നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഒക്ടോബർ 2-ാം തീയതി വിദ്യാരംഭം കുറിക്കുന്നതിന് 100-ൽ പരം ക്ഷേത്രങ്ങളിലെ താന്ത്രികത്വം വഹിക്കുന്ന ബ്രഹ്മശ്രീ ശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ
ആദ്യാക്ഷരം കുറിക്കുവാൻ അവസരമുണ്ടായിരിക്കും. തൃത്താല സബ് ജില്ലാ വോളിബോൾ മത്സരങ്ങളിൽ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂൾ ചാമ്പ്യന്മാരായി. സീനിയർ വിഭാഗത്തിലേത് ഹാട്രിക് വിജയമാണ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നുവന്ന തൃത്താല ഉപജില്ല വോളിബോൾ മത്സരത്തിലാണ് ആതിഥേയർ കിരീടം നേടിയത്. വാശിയേറിയ ഫൈനലിൽ GHSS പെരിങ്ങോടിനെ 1-2 സെറ്റിനും ജൂനിയർ വിഭാഗം മത്സരത്തിൽ 1-2 സെറ്റിന് ആനക്കര സ്കൂളിനെ പരാജയപ്പെടുത്തിയുമാണ് ചാലിശ്ശേരി സ്കൂൾ ജേതാക്കളായത്. സബ് ജൂനിയർ വിഭാഗത്തിൽ 3ാം സ്ഥാനവും ചാലിശ്ശേരി കരസ്ഥമാക്കി. സീനിയർ വിഭാഗം മത്സരത്തിൽ ആദ്യ സെറ്റ് പെരിങ്ങോട് നേടിയെങ്കിലും ചാലിശ്ശേരി ടീമംഗങ്ങൾ ക്യാപ്റ്റൻ ഇസാമിന്റെ നേതൃത്വത്തിൽ മികച്ച സർവുകളോടെ ടീമിനെ മുൻപോട്ട് നയിച്ചു. ആസൂത്രിത ആക്രമണങ്ങളും മികച്ച ബാക്ക്ലൈൻ ഡിഫൻസും കളിയെ ആവേശമാക്കി. 1-2 സെറ്റുകൾക്ക് തുടർച്ചയായി 3ാം തവണയും വിജയിച്ചതോടെ നേട്ടം നാടിന് അഭിമാനമായി. കായികാധ്യാപിക ഷക്കീല മുഹമ്മദ്, കോച്ച് നാസർ പാറമേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ടീമിനെ സജ്ജമാക്കിയത്. വിജയികൾക്ക് ചാലിശ്ശേരി ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T. അരവിന്ദൻ ട്രോഫികൾ നൽകി. പ്രിൻസിപ്പാൾ ഡോക്ടർ ഷജീന ഷുക്കൂർ, ആനക്കര സ്കൂൾ കായികാധ്യാപകൻ ജിതേഷ് എന്നിവർ സംസാരിച്ചു. മന്ദലാംകുന്ന് GF UP സ്കൂൾ കലോത്സവം കലാനൗക പ്രശസ്ത ഗസൽ ഗായകൻ ഷെബി സമന്തർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. 2 ദിവസങ്ങളായിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചത്. SMC ചെയർപേഴ്സൺ റസിയ ഫിറോസ്, മദർ PTA പ്രസിഡന്റ് ഷാമില റൌഫ്, NB നവാസ്, PH അമീർ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും സിൻസി ടീച്ചർ നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ 14ാം വാർഡ് കാഞ്ഞിരത്തിങ്കൽ കുടുംബശ്രീ വാർഷികവും തൊഴിലുറപ്പ് റോസ്ഗർ ദിവസവും ആഘോഷിച്ചു. ചിറക്കൽ അറഫ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ്, CDS ചെയർപേഴ്സൺ സുജാത, മെമ്പർ ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായി. യോഗത്തിൽ വാർഡ് മെമ്പർ റഷീദിനെ കുടുംബശ്രീ യൂണിറ്റും തൊഴിലുറപ്പ് തൊഴിലാളികളും ഉപഹാരം നൽകി ആദരിച്ചു. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങളായ സരസ്വതി, ജസീല, ചന്ദ്രിക, LC തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസും BJPയും എത്ര തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചാലും വികസന പദ്ധതികളുമായി LDF മുന്നോട്ട് പോകുമെന്ന് KK രാമചന്ദ്രൻ MLA. LDF സംഘടിപ്പിച്ച ഗുരുവായൂർ മുനിസിപ്പൽ തല വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. കിഴക്കേനടയിൽ നടന്ന സമാപനത്തിൽ മുൻ MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം C. സുമേഷ്, ജാഥ ക്യാപ്റ്റനായ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, ഉണ്ണി വാർനാട്ട്, മുൻ ചെയർമാൻ PS ജയൻ, KR സൂരജ്, ജാഥ മാനേജർ M. മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. 4 ദിവസം മുൻപ് ചിറ്റാട്ടുകര തിരുവിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. കേരളത്തിലെ ഗവൺമെന്റും റെയിൽവേ ഡിപ്പാർട്ട്മെന്റും ചേർന്നുള്ള ഒരു കമ്പനിയാണ് കെയറെയിൽ. ആ കെയറെയിലിന്റെ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ കമ്പനി കെയറെയിൽ, അതിന്റെ ഒരു നിർദ്ദേശങ്ങളുടെ ഒരു നിർദ്ദേശമാണ് സിൽവർ ലൈൻ. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയാവുന്ന സംവിധാനമാണ്. അതിനവർ തുരങ്കം വെച്ചു. കോൺഗ്രസും BJPയും ചേർന്ന് തുരങ്കം വെച്ചു. അത് നമ്മൾ എത്ര തുരങ്കം വെച്ചാലും, ഇപ്പോൾ വയനാട് തുരങ്കപാതയ്ക്ക് തുരങ്കം വെച്ചിട്ട് അവിടെ തുരങ്കപാത നിർമ്മാണോദ്ഘാടനം നടത്തിയല്ലോ. ഗവൺമെന്റ് ഇവിടെ നിലവിലുള്ളിടത്തോളം കാലം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കും. ഇവിടെ മണലൂർ റിലീഫ് ചാരിറ്റബിൾ സൊസൈറ്റിയും തൃശൂർ ആര്യ കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരേസസ് ഗേൾസ് ഹൈസ്കൂളിൽ രാവിലെ മുതൽ ക്യാമ്പ് ആരംഭിച്ചു. ഡോക്ടർ ജ്യോതി, നേത്രരോഗ വിദഗ്ധരായ രേഷ്മ, സഹല നസറിൻ, അൻസ, ഹംന, സ്വാദിഷ് എന്നിവർ നേത്ര പരിശോധനകൾ നടത്തി. മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ചന്ദ്രൻ, റിലീഫ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് രഹീൻ, സെക്രട്ടറി സുരേഷ്, വൈസ് പ്രസിഡന്റ് ജിഷ, ജോയിന്റ് സെക്രട്ടറി പ്രണവ്, എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പാണ്. ഇവിടെ 8 വർഷമായിട്ട് നമ്മൾ അടുപ്പിച്ചിവിടെ ക്യാമ്പ് വയ്ക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇവിടുത്തെ സിസ്റ്റർമാരായാലും എല്ലാവരും ജനങ്ങളും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇതുവരെ പരിപാടി എല്ലാം വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഗാലറിയുടെ നിർമ്മാണ പ്രവർത്തികൾ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു. ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ളതെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. സ്കൂൾ ഗ്രൗണ്ടിന്റെ സ്ഥലം റോഡായി ഉപയോഗിക്കുകയും സ്ഥലം കയ്യേറി മതിൽ കെട്ടിയതായും പരാതിയുണ്ട്. സർവേയിൽ കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട്.
എന്നാൽ അളന്നു തിട്ടപ്പെടുത്തിയെടുക്കാതെ കയ്യേറ്റ ഭൂമി വിട്ടുനൽകുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതെന്നും ആരോപണമുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ടു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കൂവെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോൺട്രാക്ടറെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ PL തോബിയാസ്, വൈസ് ചെയർമാൻ PP യേശുദാസ്, ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട്ട്, ജോയിന്റ് കൺവീനർ സന്താൾ അത്താണിക്കൽ, ഭാരവാഹികളായ ഹരി കെ രാജേന്ദ്രൻ, CD സൈമൺ, NB വിഷ്ണു, സ്വപ്ന രാമചന്ദ്രൻ, പരമേശ്വരൻ അരുവത്തോട്ടിൽ, ഷിദിൻ തിരുത്തിയിൽ, വിജിനി ഗോപി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. 101 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. പൊതുമുതൽ കയ്യേറ്റത്തിനെതിരെ നിയമ നടപടികളും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഒരു വ്യക്തിക്ക് കാറ് കൊണ്ടുപോകാനായി അവർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാനായി പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പൊതുമുതൽ കൈവശം പെടുത്തുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പഞ്ചായത്തിൻ്റെതായും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള പൊതുമുതലുകളൊക്കെ നമുക്കും ഈ സമൂഹത്തിനും ആവശ്യമുള്ളതും അതിനേക്കാൾ ആവശ്യമുള്ളതാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കാരണം പിന്നീട് നമുക്കിത് വിപുലപ്പെടുത്താനായിട്ട് സാധിക്കില്ല. LDF ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 3 ദിവസം നീണ്ടുനിന്ന വികസന സന്ദേശ ജാഥ സമാപിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ ജാഥയുടെ സമാപന സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPM ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PS അശോകൻ അധ്യക്ഷത വഹിച്ചു. CPI നേതാവ് സതീന്ദ്രൻ, ജാഥ ക്യാപ്റ്റൻ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, ജാഥ മാനേജർ PK സൈതാലിക്കുട്ടി, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, INL നേതാവ് ജംഷീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മണത്തല ശ്രീ നാഗയക്ഷി ദേശവിളക്ക് കമ്മിറ്റിയുടെ ഈ വർഷത്തെ ദേശവിളക്ക് ചാർട്ട് കൈമാറൽ നടന്നു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ വിളക്ക് പാർട്ടി നെല്ലുവായി കുട്ടഞ്ചേരി സതീശൻ ഗുരുസ്വാമിയിൽ നിന്ന് വിളക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കിഴക്കൂട്ട് സത്യൻ ചാർട്ട് ഏറ്റുവാങ്ങി. തുടർന്ന് ചേർന്ന യോഗത്തിൽ KV വേദവ്യാസൻ അധ്യക്ഷത വഹിച്ചു. KV രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. KK സേതുമാധവൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KK സുബ്രഹ്മണ്യൻ ബ്രോഷർ AK രത്നസ്വാമിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഇക്കോനൻ രാജീവിൽ നിന്ന് ട്രഷറർ കരിമ്പാച്ചൻ നാരായണൻ ധനസമാഹരണം സ്വീകരിച്ചു. KV വിനോദ്, KV പ്രകാശൻ, UV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി LDF എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു. ഷിജി കാക്കശ്ശേരി ക്യാപ്റ്റനും PG സുബിദാസ് വൈസ് ക്യാപ്റ്റനും ആഷിഖ് വലിയകത്ത് മാനേജറുമായ ജാഥ പഞ്ചായത്ത് പരിധിയിലെ 18 വാർഡുകളിലെയും സ്വീകരണങ്ങൾക്ക് ശേഷം പൂവത്തൂരിൽ സമാപിച്ചു. സമാപന യോഗം CPI ജില്ലാ കൗൺസിൽ അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. TC മോഹനൻ അധ്യക്ഷനായി. CPM എളവള്ളി ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PA ഷൈൻ, BR സന്തോഷ്, CPI എളവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CK രമേശ്, CF രാജൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ RA അബ്ദുൽ ഹക്കീം, KP രാജു, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വിജ്ഞാന കേരളം പദ്ധതി പ്രകാരം 1 ലക്ഷം പേർക്ക് തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. എല്ലാ തൊഴിലന്വേഷകർക്കും തൊഴിൽദാതാക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചാവക്കാട് വിളാങ്ങാട് മത്സ്യ മാർക്കറ്റിൽ നിന്ന് ബീച്ചിലെ ശുചിമുറികളിൽ നിന്നുള്ള മലിനജലം ബീച്ചിലേക്ക് ഒഴുക്കിവിടുന്നതായി കോൺഗ്രസ് ആരോപിച്ചു. ബീച്ചിലേക്കും പാർക്കിലേക്കും പ്രവേശിക്കുന്ന വഴിയിലാണ് ദുർഗന്ധം വമിക്കുന്ന മലിനജലം കെട്ടിനിൽക്കുന്നത്. ബീച്ചിലെത്തുന്ന സന്ദർശകർക്കും പൊതുജനങ്ങൾക്കും ഇതിലൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കൂടാതെ കൊതുകുശല്യവും രോഗവ്യാപനമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതുയർത്തുന്നതായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 23-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും പൊതുജനവും ചാവക്കാട് നഗരസഭയ്ക്ക് പലവട്ടം പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. പ്രശ്നത്തിന് നഗരസഭ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർ സമരവുമായി മണത്തല മേഖല കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഒരു നടപടിയും എടുത്തിട്ടില്ല. വാർഡ് കമ്മിറ്റി, കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പല വട്ടം പരാതി കൊടുത്തിട്ടും നമ്മുടെ ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ചാവക്കാട് നഗരസഭയുടെ നെറികെട്ട ഈ പ്രവർത്തനത്തിനെതിരെ ഞങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
അഷ്റഫ് ബ്ലാങ്ങാട് അധ്യക്ഷത വഹിച്ചു. CP കൃഷ്ണൻ മാസ്റ്റർ, ഇസഹാക്ക് മണത്തല, AH റൌഫ്, KN സന്തോഷ് എന്നിവർ സംസാരിച്ചു. KSKTU പഞ്ഞിത്തറ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. സുഹറ ഹാളിൽ നടന്ന സംഗമം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമിതി അംഗം P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KK മണി അധ്യക്ഷനായി. കർഷക സംഘം മേഖലാ സെക്രട്ടറി V. ശങ്കരനാരായണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T. അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി നേതാവ് AM മുഹമ്മദ് കുട്ടി, പ്രിയ സത്യൻ, ലളിത മണി, സീത സുബ്രഹ്മണ്യൻ, ടെസി ഫ്രാൻസിസ്, സഫിയ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘടക സമിതി ചെയർമാൻ ഫ്രാൻസിസ് കൊള്ളനൂർ സ്വാഗതവും PS പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. ജൈവ കൃഷിയിലൂടെ 100 മേനി കൊയ്യാൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഹരിത ഓർഗാനിക് ഫാമിംഗ് മേഖലയായി മാറ്റി ജൈവ കൃഷി തുടങ്ങിയതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക് ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ പ്രദേശം പൂർണ്ണമായും ശുചീകരിച്ചാണ് ഹരിത ഓർഗാനിക് ഫാമിംഗ് മേഖലയാക്കി മാറ്റി ജൈവ കൃഷി ആരംഭിച്ചത്. കാടുനിറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ഈ സ്ഥലം ഇനി മുതൽ രാസവസ്തുക്കളില്ലാതെ ശുദ്ധവും സുരക്ഷിതവുമായി വിളകൾ കൃഷി ചെയ്യുന്നതിന് ഉപയോഗിക്കും. ഭക്ഷണാവശിഷ്ടങ്ങൾ മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റി വെർമി കമ്പോസ്റ്റ് വഴി നിർമ്മിക്കുന്ന ജൈവവളമാണ് ഉപയോഗിക്കുക. പരിസ്ഥിതി സൗഹാർദ്ദ കൃഷിരീതികൾ ജൈവമാലിന്യങ്ങളെ മണ്ണിനെ പോഷകവളമാക്കി മാറ്റുകയും മാലിന്യ നിവാരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വഴിയൊരുക്കുന്നതായും ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടർ MA അജിംസ്, സൂപ്പർവൈസർ സുരേഷ് ബാബു, മറ്റ് ശുചീകരണ തൊഴിലാളികളെയും അഭിനന്ദിക്കുന്നുവെന്ന് വാർഡ് കൗൺസിലർ VK സുജിത്, ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് PG നിഷാജ്, RPF സബ് ഇൻസ്പെക്ടർ PB രഞ്ജൻ, ബുക്കിംഗ് സൂപ്പർവൈസർ V ജയശ്രീ എന്നിവർ അറിയിച്ചു. 2024-2025 സമസ്ത പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ എരുമപ്പെട്ടി മഹല്ല UAE പ്രവാസി കമ്മിറ്റി ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. മദ്രസയിൽ നടന്ന ചടങ്ങിൽ 5, 7, 10 ക്ലാസുകളിൽ ടോപ്പ് പ്ലസ്, ഡിസ്റ്റിങ്ഷൻ, ക്ലാസ് ഫസ്റ്റ് നേടിയ കുട്ടികൾക്ക് സ്വർണ്ണ നാണയങ്ങൾ, സൈക്കിൾ, ട്രോഫികൾ എന്നിവ സമ്മാനമായി നൽകി. ക്ലാസ് ഫസ്റ്റ് നേടിയ കുട്ടികൾക്ക് ഖത്തർ പൗരൻ നാസർ അൽ കബയുടെ വകയായി സമ്മാനങ്ങൾ നൽകി. UAE പ്രവാസി കമ്മിറ്റി പ്രസിഡന്റ് NM അസീസ്, എക്സിക്യൂട്ടീവ് അംഗം ഷമീർ, ഖത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ഷെരീഫ് പാമ്പ്ര, മഹല്ല കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം ആചരിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ ഹവനം, വിശേഷാൽ പൂജകൾ, ഗുരുദേവ കൃതികളുടെ പാരായണം, പ്രാർത്ഥന എന്നിവയുണ്ടായി. പൊതുസമ്മേളനം ജില്ലാ മാതൃവേദി വൈസ് പ്രസിഡന്റ് വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഗുരുപ്രഭാവാശ്രമം സെക്രട്ടറി സ്വാമി അമേയാനന്ദ, NK സുധാകരൻ, പഞ്ചായത്ത് അംഗം ബിന്ദു മനോഹരൻ എന്നിവർ സംസാരിച്ചു. വൈശാഖ്, ദേവദാസ്, റീജ അനീഷ്, ഐശ്വര്യ മനോഹരൻ, മനു കൃഷ്ണ, അങ്കിത് എന്നിവരെ അനുമോദിച്ചു. വൈകിട്ട് മഹാസമാധി സ്മൃതി പൂജയും നടന്നു. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് SDPI രാജ്യവ്യാപകമായി നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പാർട്ടി പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ടിന്റെ നേതൃത്വത്തിൽ വാഹനജാഥ നടത്തി. മന്ദലാകുന്ന കിണർ പരിസരത്ത് നിന്നും ജില്ലാ ജനറൽ സെക്രട്ടറി TM അക്ബർ ജാഥ ക്യാപ്റ്റൻ സക്കറിയ പൂക്കാട്ടിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അണ്ടത്തോട്, പെരിയമ്പലം, പനന്തറ, നാക്കോല, മാവിൻ ചുവട്, പുന്നൂക്കാവ്, ആൽത്തറ, ആറ്റുപുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ചമ്മന്നൂരിൽ പ്രകടനവും പൊതുയോഗത്തോടുകൂടി സമാപിച്ചു. സമാപന പൊതുയോഗം പാർട്ടി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം സനു പട്ടിമറ്റം വിഷയാവതരണം നടത്തി. സക്കറിയ പൂക്കാട്ട്, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, ജോയിന്റ് സെക്രട്ടറി ഫാരിസ് വടക്കൂട്ട്, ബ്രാഞ്ച് പ്രസിഡന്റ് റൌഫൽ ഷഹറാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം ഗുരുവായൂർ യൂണിയൻ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം സമാദരണ സദസ്സോടെ സമാപിച്ചു. സദസ്സ് യൂണിയൻ സെക്രട്ടറി A. സജീവിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശുഭ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സുന്ദർ ശ്രീപതി, സുകുമാരൻ അമ്പാടി, ചന്ദ്രൻ വെട്ടുകാട്, താമരശ്ശേരി സദാനന്ദൻ, AS വിമലാനന്ദൻ, PV ഷൺമുഖൻ, CS സുഗതൻ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് രമണി ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു. വൈകിട്ട് ശാന്തിയാത്ര നടന്നു. യൂണിയൻ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ശാന്തിയാത്ര നഗരം ചുറ്റി സമാപിച്ചു. CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ ഗുരുവായൂർ നഗരസഭാ തല കുടുംബസംഗമം സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന സംഗമം ജില്ലാ വൈസ് പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AS മനോജ്, ഉണ്ണി വാർനാട്ട്, കോർഡിനേറ്റർ
ജെയിംസ് ആലൂർ എന്നിവർ സംസാരിച്ചു. SNDP യോഗം പെരുമ്പ്ലാവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഗുരുദേവന്റെ 98ാം സമാധി ആചരണത്തിന്റെ ഭാഗമായി രാവിലെ ശാഖ ഓഫീസിന് മുൻപിൽ പതാക ഉയർത്തി തുടർന്ന് ഗുരുദേവന്റെ ഛായാചിത്രത്തിന് മുൻപിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചനയും ശാന്തി മന്ത്രാർച്ചനയും മോക്ഷപ്രാർത്ഥനയും നടന്നു. തുടർന്ന് പെരുമ്പ്ലാവ് ശാഖയ്ക്ക് കീഴിലുള്ള 200ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KK പ്രവീൺ കിഷോറിന്റെ അധ്യക്ഷതയിൽ നടന്ന കിറ്റ് വിതരണം KR രഞ്ജിത്ത്, മുൻ ശാഖാ പ്രസിഡന്റ് KP അച്ചു തന്നെ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. SNDP കേന്ദ്ര കമ്മിറ്റി അംഗം KV ഹരിദാസ്, ശാഖാ സെക്രട്ടറി MS പ്രിയൻ, K നിധി മാസ്റ്റർ, ഡോക്ടർ M സതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. കടവല്ലൂർ പഞ്ചായത്ത് പരുവക്കുന്ന് വാർഡിലെ സ്വാശ്രയ കുടിവെള്ള പദ്ധതി വാർഷിക ജനറൽ ബോഡി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജയകുമാർ പൂളയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദാമോദരൻ തലേക്കര സ്വാഗതവും സുഹറ ടീച്ചർ നന്ദിയും പറഞ്ഞു. കൺവീനർ ഷക്കീർ നൊട്ടത്തയിൽ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചരമം തിരുവത്ര അത്താണി രായമരക്കാർ വീട്ടിൽ പരേതനായ ഹമീദ് മകൻ ബിയാസ് നിര്യാതനായി. 37 വയസ്സായിരുന്നു. ഖബറടക്കം കിറാമൻകുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നൂർജഹാൻ മാതാവും ബിൻഷാദ്, ബിൻസി എന്നിവർ സഹോദരങ്ങളുമാണ്. പെരുമ്പ്ലാവ് പൊറവൂർ മയൂകം റോഡിൽ കൊയപ്പറ്റയിൽ സുകുമാരൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഓട്ടോ തൊഴിലാളിയായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ലിജി ഭാര്യയും കീർത്തന, ഗോകുൽ കൃഷ്ണ എന്നിവർ മക്കളുമാണ്. ചൂണ്ടൽ വാരിയത്ത് ദാസൻ മകൻ ഷാജി നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഷീജ ഭാര്യയും കൃഷ്ണജിത്ത് മകനുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനംവകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കുടുംബാംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും ആവശ്യം. അടുത്ത സംസ്ഥാന സർക്കാർ BJPയുടേതാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ നടന്ന കലുങ്ക് ചർച്ചയിലാണ് പരാമർശം. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ തീരദേശ റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും സുരേഷ് ഗോപി. തൃശൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ TK ശിവശങ്കരൻ അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വ്യവസ്ഥാപിത നാടകരൂപങ്ങളോട് കലഹിച്ച് പുതുമയും പരീക്ഷണാത്മകവുമായ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്ത കലാകാരൻ സോബി സൂര്യഗ്രാമം അരങ്ങൊഴിഞ്ഞിട്ട് 1 വർഷം. അപ്രതീക്ഷിതമായ വേർപാട് കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോൾ ഓർമ്മകളുമായി സോബിയുടെ പ്രിയപ്പെട്ടവർ ഒത്തുചേർന്ന് അനുസ്മരണം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.